ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരുന്ന ഘട്ടങ്ങളിൽ 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്നവർക്കായി സയൻസിലെ 100 പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനിയും നമുക്ക് ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സയൻസിലെ 100 പ്രധാന മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ സെല്ലാണ് പുംബീജം. പുംബീജം. ഡെങ്കിപ്പനി പരത്തുന്ന ജീവിയാണ് ഈഡിസ്. ഈഡിസ് കൊതുകാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവമാണ് തലച്ചോറ്. പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? തലച്ചോറാണ്. ജലദോഷത്തിന് കാരണമായ രോഗകാരി വൈറസ് ആണ്. അപ്പൊ എലിപ്പനിക്ക് കാരണമായ രോഗകാരിയോ? ബാക്ടീരിയ. ജലദോഷം വൈറസ്. മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ഏത് വസ്തു കൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഡെൻഡ്രൈൻ ആണ്, ഇനാമൽ അല്ല. ഓപ്ഷനിൽ ഇനാമൽ കാണും. അത് ഇനാമലിന്റെ ചോദ്യം വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിർജീവമായ വസ്തു ഏതാണ്? നിർജീവമായ വസ്തു അത് ഇനാമൽ ആണ്. അപ്പൊ ഇത് പ്രീവിയസ് ചോദ്യമാണ്. മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ഏത് വസ്തു കൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഡെൻഡ്രൈൻ ആണ് ഉത്തരം. പന്നിയൂർ 1 താഴെ പറയുന്നവയിൽ ഏതിനം വിളകളാണ്? കുരുമുളകാണ്. കുരുമുളകാണ് പന്നിയൂർ 1 എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിന്റെ വളർച്ച പൂർത്തിയാക്കുന്ന പ്രായം 8 വയസ്സ്. 8 വയസ്സിലാണ് മസ്തിഷ്കത്തിന്റെ വളർച്ച പൂർത്തിയാകുന്നത്. ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് എന്താണ് നൽകുന്നത്? ഊർജമാണ് കാർബോഹൈഡ്രേറ്റിലൂടെ ലഭിക്കുന്നത്. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലമാണ് ശരീര തുലനാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ് രക്തസമ്മർദ്ദം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? രക്തസമ്മർദ്ദമാണ്. എലിപ്പനിക്ക് കാരണമായ രോഗാണുവാണ് ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ബാക്ടീരിയ ആണ്. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. ഇത് PSC 2018 ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ പ്രിലിംസ് 1ാം ഘട്ട പരീക്ഷയിലും ഈ ചോദ്യം വന്നു. അപ്പിക്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനമാണെങ്കിൽ അത് 1973 ഓർക്കുക. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് May 29 ഒരു ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പ് അൺലോക്ക് ചെയ്യാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. രാത്രി 8 മണിക്കാണ്. എക്സൈറ്റിംഗ് പ്രൈസസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കൂടാതെ കേരള സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഇൻവെസ്റ്റിഗേറ്റർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അൺഅക്കാഡമിയിൽ സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ് പോകുന്നുണ്ട്. ഈ ക്ലാസ് അൺലോക്ക് ചെയ്യാനും ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അൺഅക്കാഡമിയുടെ സ്പെഷ്യൽ ക്ലാസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് സ്പെഷ്യൽ ക്ലാസ്. എഡ്യൂക്കേറ്ററുമായിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ലേണേഴ്സിന് പോൾ അവൈലബിൾ ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. ABCD നിങ്ങൾക്ക് പോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, കറക്റ്റ് ഉത്തരം പോൾ ചെയ്യാൻ പറ്റും. ലീഡർ ബോർഡ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ കോമ്പറ്റേറ്റീവ് മൈൻഡ് ആയിട്ട് പഠിച്ചു മുന്നേറാൻ വേണ്ടി സാധിക്കും. പിന്നെ ലെക്ചർ നോട്ട്സ് അവൈലബിൾ ആണ്. ഏത് സമയത്തും എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ ഫ്രീ ക്ലാസ് കാണാനും ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യമാണ് മുള. പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം ഏതാണ്? മുളയാണ്. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവമാണ് വൃക്ക. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏതാണ്? വൃക്കയാണ്. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകർ DNA ആണ്. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകർ DNA. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകവും DNA തന്നെയാണ്. ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഓരോ പരീക്ഷയിൽ PSC ചോദിച്ച ചോദ്യങ്ങളാണ്. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം DNA ആണ്. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകരും DNA ആണ്. ഛർദിയും വയറിളക്കവും ഉള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയം ഏതാണ്? ORS ലായനിയാണ്. ORS ലായനി. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? O ഗ്രൂപ്പ് ആണ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്.
സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പാണ്. AB ഗ്രൂപ്പ്. ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണമാണ് സോഡിയം. സോഡിയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പൂമ്പാറ്റകൾക്ക് വംശനാശം സംഭവിച്ചാൽ പല സസ്യങ്ങൾക്കും പുതിയ തൈ ഉണ്ടാകുന്നില്ല. ഗാർഡനർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. പൂമ്പാറ്റകൾക്ക് വംശനാശം സംഭവിച്ചാൽ പല സസ്യങ്ങൾക്കും പുതിയ തൈ ഉണ്ടാകുന്നില്ല. അമിത രക്തസ്രാവമുള്ള മുറിവിന് മുകളിൽ അമർത്തി പിടിക്കുന്നത് എന്തിനാണ്? രക്തസ്രാവം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മുളയ്ക്കുന്ന വിത്തിൽ ആദ്യം പുറത്തു വരുന്നത് എന്താണ്? ബീജമൂലമാണ് മുളയ്ക്കുന്ന വിത്തിൽ നിന്നും ആദ്യം പുറത്തു വരുന്നത്. നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിന്റെ അഭാവമാണ്? വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ അഭാവമാണ് നിശാന്തതയ്ക്ക് കാരണം. ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ആവാസ വ്യവസ്ഥ, എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഫാക്ടേഴ്സ്. ബയോട്ടിക് എന്ന് വെച്ചാൽ ജീവീയം, അതായത് ജീവനുള്ള വസ്തുക്കൾ. എബയോട്ടിക് എന്ന് വെച്ചാൽ അജീവീയം, ജീവനില്ലാത്ത വസ്തുക്കൾ. ഇത് രണ്ടും കൂടി ചേർന്നതാണ് ആവാസ വ്യവസ്ഥ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി, എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥി. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. കൂടാതെ ശരീര തുലനനില ബാലൻസ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ബോഡി ഇക്വിലിബ്രിയം ബാലൻസ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. ഓക്കെ. ശരീര അവയവം ഏതാണെന്ന് ചോദിച്ചാൽ, ശരീര തുലനനില പാലിക്കുന്ന ശരീര അവയവം ചോദിച്ചാൽ അത് ചെവിയാണെന്നും ഓർക്കുക. മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ്? പോളിയോയ്ക്കാണ്. DPT എന്ന് പറഞ്ഞാൽ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. ഡിഫ്തീരിയ എന്ന് പറയുമ്പം തൊണ്ടമുള്ളാണ്. പെർട്ടൂസിസ്, P for പെർട്ടൂസിസ്, അത് വില്ലൻ ചുമയാണ്. T for ടെറ്റനസ്. പോളിയോ ആണ് DPTയിൽ വരാത്തത്. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ലൂയി പാസ്റ്റർ ആണ്. ലൂയി പാസ്റ്റർ. മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് തിമിരം. തിമിരമാണ് മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകമാണ് ശ്വേത രക്താണുക്കൾ. ഇമ്മ്യൂണിറ്റി നൽകുന്നത് WBC ആണ്. ശ്വേത രക്താണുക്കളാണ്. ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥിയെയാണ് ഗോയിറ്റർ ബാധിക്കുന്നത്. വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നമാണ് ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ്. ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? ക്യാൻസർ. ക്യാൻസർ രോഗവുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയാണ് ഓങ്കോളജി. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് കണ, റിക്കറ്റ്സ്. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്. അസ്ഥികളെയാണ് ബാധിക്കുന്നത്. മലമ്പനിക്ക് കാരണമായ രോഗകാരി പ്ലാസ്മോഡിയം ആണ്. പ്ലാസ്മോഡിയം എന്താണ്? പ്രോട്ടോസോവ. അപ്പോൾ ഓപ്ഷനില് പ്രോട്ടോസോവ എന്നാണ് ഉള്ളതെങ്കിൽ അത് കൊടുക്കുക. ഈ പ്രോട്ടോസോവയുടെ പേരാണ് എന്ത്? പ്ലാസ്മോഡിയം. മലമ്പനി, മലേറിയ. ഓക്കെ. മനുഷ്യന്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം എത്രയാണ്? 80 ആണ്. 80. കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ഫംഗസ് ആണ്. മഹാളി രോഗത്തിന്റെ രോഗകാരി ഫംഗസ് ആണെന്ന് ഓർക്കുക. തലച്ചോറിനെയും സുഷുമ്നെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. മെനിഞ്ചസ്. അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായ രാസപദാർത്ഥം ഏതാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളിലെ പ്രധാന ഘടകം. ജീവന്റെ ഉത്ഭവം എവിടെയാണ്? സമുദ്രത്തിൽ നിന്നാണ് ജീവന്റെ ഉത്ഭവം. ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ് ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത്. എഡ്വേർഡ് ജെന്നർ. ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റളിക് പ്രഷർ എത്രയാണ്? 120 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണ് ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റളിക് പ്രഷർ. ഡയസ്റ്റളിക് പ്രഷർ 80 mm ഓഫ് മെർക്കുറി ആണ്. ഡയസ്റ്റളിക് പ്രഷർ 80 mm ഓഫ് മെർക്കുറി ആണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം,
ഏത് രോഗികളോട് അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായിട്ടാണ് ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത്? എയ്ഡ്സ് ആണ്. എയ്ഡ്സ്. മനുഷ്യന്റെ ഏത് പ്രവർത്തനങ്ങളാണ് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം ഉണ്ടാക്കുന്നത്? സമുദ്ര മലിനീകരണമാണ്. സമുദ്ര മലിനീകരണം. സിറോഫ്താൽമിയ ഏത് വൈറ്റമിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? സിറോഫ്താൽമിയ വൈറ്റമിൻ എ. വൈറ്റമിൻ എ നിശാന്തത, സിറോഫ്താൽമിയ രണ്ടും ഓർത്തിരിക്കുക. ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്? ത്വക്കിനെയാണ് എക്സിമ ബാധിക്കുന്നത്. എംഫിസിമ ബാധിക്കുന്ന ശ്വാസകോശത്തെയാണ്, എക്സിമ ബാധിക്കുന്നത് ത്വക്കിനെയാണ്. ഒരു സസ്യ ഹോർമോൺ ആണ് ഗിബർലിൻ. ഇങ്ങനെയായിരുന്നു ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് സസ്യ ഹോർമോൺ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ഗിബർലിൻ ആണ് ഓപ്ഷനിൽ കൊടുത്തിരുന്നത്. അടുത്ത ചോദ്യം, ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് മൂത്രമായിട്ട് മാറുന്നു? 1 ml ആണ്. 1 ml ഒരു മിനിറ്റില്. വായുവിൽ കൂടി പകരാത്ത രോഗം കോളറയാണ്. അപ്പൊ നിങ്ങൾ വായുവിൽ കൂടി പകരുന്ന രോഗം, ജലത്തിൽ കൂടി പകരുന്ന രോഗം, പിന്നെ ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർക്കുക. കൊതുക് പരത്തുന്ന രോഗം. ഓക്കെ. ആൽഗകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫൈക്കോളജി എന്ന പേരിലാണ് ആൽഗകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഇനി ഫംഗസിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മൈക്കോളജി എന്ന പേരിലാണ്. ആൽഗ ഫൈക്കോളജി, ഫംഗസ് മൈക്കോളജി എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇത്തായി എന്ന രോഗത്തിന് കാരണമായ മൂലകമാണ് കാഡ്മിയം. ഇത്തായി എന്ന രോഗത്തിന് കാരണമായ മൂലകം ഏതാണ്? കാഡ്മിയം ആണ്. സിൽവർ വിപ്ലവം എന്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മുട്ട ഉൽപാദനമാണ്. സിൽവർ വിപ്ലവം. വിപ്ലവങ്ങൾ, കാർഷിക വിപ്ലവങ്ങൾ ഓർക്കുക. ഓക്കെ. നീല വിപ്ലവം, ധവള വിപ്ലവം. നീല വിപ്ലവം എന്താണ്? മത്സ്യകൃഷിയാണ്. ധവള വിപ്ലവം പാലുൽപാദനം. ഓക്കെ. അടുത്തത്, ഗ്ലോക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കണ്ണിനെ ബാധിക്കുന്നത്. കണ്ണിലെ മർദ്ദം കൂടുമ്പോഴാണ് ഗ്ലോക്കോമ എന്ന രോഗം ഉണ്ടാവുന്നത്. രക്തം കട്ടപിടിക്കാതിരിക്കുന്ന രോഗം ഹീമോഫീലിയാണ്. ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? പാൻക്രിയാസ് ആണ്. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന അവയവമാണ് പാൻക്രിയാസ്. പാൻക്രിയാസിന്റെ മലയാളം എന്താ? ആഗ്നേയ ഗ്രന്ഥി. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത രോഗം ഏതാണ്? കാണ, റിക്കറ്റ്സ്. എബോളയുടെ രോഗകാരിയാണ് വൈറസ്. എബോളയുടെ രോഗകാരി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. വൈറസ് ആണ്. ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്? കാണ, ജീവകം ഡി. പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗം ഏതാണ്? അത് ഇനാമൽ ആണ്. അതിന്റെ ഉത്തരം ഇനാമൽ. പല്ല് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ഡെന്റൈൻ. മീനമാതാ ദുരന്തത്തിന് കാരണമായ രാസവസ്തുവാണ് മീഥൈൽ മെർക്കുറി. അപ്പോൾ മെർക്കുറിയാണ് മീനമാതാ ദുരന്തത്തിന് കാരണമെന്ന് ഓർക്കുക. അതിലേതാണ് എന്ന് ചോദിച്ചാൽ മീഥൈൽ മെർക്കുറിയാണ്. ടൈഫോയിഡിന് കാരണമായ രോഗകാരിയാണ് ബാക്ടീരിയ. കുടലിനെ ബാധിക്കുന്ന രോഗമാണ് ടൈഫോയിഡ്. ബാക്ടീരിയയാണ് അതിന് കാരണം. ഡോട്ട്സ് ചികിത്സാ സംവിധാനം ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതു രോഗവുമായിട്ടാണ് എന്ന് ചോദിച്ചാൽ ക്ഷയമാണ്. ക്ഷയം. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ് മലബാർ വെരുക്. മലബാർ വെരുക്. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് സസ്യങ്ങളാണ്. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് സസ്യങ്ങളാണ്. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം ഏത്? തെങ്ങാണ്. തെങ്ങ്. പാലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഘടകമാണ് വെള്ളം. പാലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഘടകം ഏതാണ്? വെള്ളമാണ്. നെഫ്രോളജി എന്തിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്? വൃക്കയെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നെഫ്രോളജി. തേജസ് ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പച്ചമുളകുമായിട്ട് ബന്ധപ്പെട്ടതാണ് തേജസ്. സങ്കരയിനമാണ്. ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോട്രോപ്പിൻ. അരി, ഗോതമ്പ്, കപ്പ, ചേന എന്നീ ഭക്ഷ്യ വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള പോഷക ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ അന്നജമാണ്. സ്റ്റാർച്ച്. കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ അതും ഉത്തരവായിട്ട് വരും. പരിസ്ഥിതി സൗഹൃദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ് കത്തിക്കൽ. കത്തിക്കലാണ്. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങൾ നിർവീര്യമാക്കുന്ന അവയവമാണ് കരൾ. കരൾ. നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മങ്കൊമ്പിലാണ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. വായുവിൽ ശബ്ദത്തിന്റെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡ്. 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്.
18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലും ലോകത്താകമാനവും വ്യാവസായിക വിപ്ലവം സൃഷ്ടിക്കുന്നതിൽ ഈ യന്ത്രം കാരണമായി. ഏതായിരുന്നു ആ യന്ത്രം? ആവിയന്ത്രമാണ്. ആവിയന്ത്രം, സ്റ്റീം എഞ്ചിൻ. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ. പ്ലാസ്മ അവസ്ഥ. സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് ഫോട്ടോ വോൾട്ടായിക്. ഫോട്ടോ വോൾട്ടായിക്. ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏതാണ്? മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കമാണ് ഘൂർണന ചലനത്തിന് ഉദാഹരണം. റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റ് ആണ് ഓം മീറ്റർ. റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റ് ആണ് ഓം മീറ്റർ. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്. താപനിലയുടെ SI യൂണിറ്റ് എന്താണ്? കെൽവിൻ. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫ് ആക്കിയാലും അല്പസമയം കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിന് കാരണം എന്താണ്? ചലന ജഡത്വം, ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. ഭൂഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവാണ് സർ ഐസക് ന്യൂട്ടൻ. സർ ഐസക് ന്യൂട്ടൻ. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം. പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ആകാശത്തിന് നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് വിസരണം. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് വിസരണം. പിസികൾച്ചർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിസികൾച്ചർ. പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് സാബിൻ. ആൽബർട്ട് സാബിൻ. ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളിലൂടെയുമാണ്. രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളിലൂടെയും. ഉറക്കത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഹൈപ്പനോളജി. ഹൈപ്പനോളജി. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. അഡ്രിനാലിൻ. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ. ഇരുമ്പിന്റെ പ്രധാന അയിരിന്റെ പേരാണ് ഹേമറ്റൈറ്റ്. ഹേമറ്റൈറ്റ്. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര? 18 ഗ്രൂപ്പ്, 7 പീരീഡ്. പീരീഡുകളുടെ എണ്ണം 7 ആണ്. പിന്നെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? 18. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറന്തള്ളുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഓക്സിജൻ ആണ്. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഹേബർ പ്രക്രിയ. പിന്നെ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് സമ്പർക്ക പ്രക്രിയ, കോണ്ടാക്ട് പ്രോസസ്. കോണ്ടാക്ട് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം കാറ്റലിസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ V2O5 ആണ്. വനേഡിയം പെന്റോക്സൈഡ്. വനേഡിയം പെന്റോക്സൈഡ് ആണ്. അത് കോണ്ടാക്ട് പ്രോസസ്സിൽ, സമ്പർക്ക പ്രക്രിയയിൽ സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകം അഥവാ കാറ്റലിസ്റ്റ് V2O5 ആണ്, വനേഡിയം പെന്റോക്സൈഡ്. ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം. മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലാണ് എന്നുള്ളതാണ് ബോയിൽ നിയമം. ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ചാൾസ് നിയമമാണ്. വ്യാപ്തം വോളിയം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അവസാനത്തെ ചോദ്യം, രാസവസ്തുക്കളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത്? സൾഫ്യൂരിക് ആസിഡ് ആണ് രാസവസ്തുക്കളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ 100 പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇതിൽ നിന്നും കുറേ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നാളെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത മുൻവർഷ ചോദ്യങ്ങൾ, അതുപോലെ 1ാം ഘട്ട പരീക്ഷയുടെ അനുബന്ധ ചോദ്യങ്ങൾ മുതലായവയൊക്കെ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.